ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ഫാമിലി. അപ്പോൾ ഓണമൊക്കെ എല്ലാവരും നന്നായിട്ട് ആഘോഷിച്ചല്ലേ? ഞങ്ങളും ഓണം ചെറുതായിട്ട് ആഘോഷിച്ചു, പക്ഷെ വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റായിപ്പോയി. അങ്ങനെ തിരുവോണത്തിന് അന്ന് രാവിലെ തന്നെ ഞങ്ങൾ എഴുന്നേറ്റ്, രാവിലെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എഴുന്നേറ്റപ്പോൾ ഒരു 9:30 ഒക്കെ ആയി. കാരണം ഇന്നലെ ഉത്രാടത്തിൻ്റെ തിരക്കും പിന്നെ കുറച്ച് ലാസ്റ്റ് മിനിറ്റ് പർച്ചേസൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ലേറ്റായിട്ടാണ് വന്നത്. അങ്ങനെ 9:30 ആയപ്പോൾ എഴുന്നേറ്റ് അച്ഛനും മോളും പൂക്കളത്തിൻ്റെ കാര്യമൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരുന്നു. കാരണം പൂ മേടിച്ച് വെച്ചതേ ഉള്ളൂ, അതൊന്നും ഇതളൊക്കെ ഇതാക്കി അങ്ങനെ സെപ്പറേറ്റ് ചെയ്തൊന്നും വെച്ചിട്ടില്ലായിരുന്നു. പൂവ് ഞങ്ങൾ 4-ാം തീയതി തന്നെ മേടിച്ച് വെച്ചു. കാരണം 5-ാം തീയതി പോകുമ്പോൾ മിക്കവാറും നൈറ്റൊക്കെ പോയി കഴിഞ്ഞാൽ പൂവൊന്നും കിട്ടാൻ ചാൻസും കുറവാണ്. എല്ലാം വാടിയതും പിന്നെ റേറ്റും കൂടുതലായിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ 4-ാം തീയതി തന്നെ പൂവൊക്കെ മേടിച്ച് വെച്ചു. പൂവൊക്കെ നല്ല ഫ്രഷായിട്ട് 3 ഇതായിട്ടാണ് വാങ്ങിച്ചത്, അതായത് 3 കിറ്റായിട്ട് ഓരോന്നിനും 5 dirhams ആയിട്ടുള്ളൂ. അങ്ങനെ 3 കിറ്റ് വാങ്ങിച്ചു ചെറിയൊരു പൂക്കളം സെറ്റ് ചെയ്യാൻ. ഞങ്ങൾ UAE വന്നിട്ട് ഫസ്റ്റ് ടൈമാണ് പൂക്കളം ഇടുന്നത് വീട്ടിൽ. ഫസ്റ്റ് ഞങ്ങൾ റൂമിൻ്റെ വെളിയിലിടാമെന്ന് വിചാരിച്ചു. പിന്നെ റൂമിൻ്റെ വെളിയിലിട്ടത് ഫൈന് വല്ലതും വന്നാലോ, അതുകൊണ്ട് വേണ്ടാന്ന് വിചാരിച്ചു. പിന്നെ ഫോട്ടോസൊക്കെ എടുക്കുമ്പോഴത്തേക്കും ഒരു ഇതാണ്, ചൂടത്ത് പെട്ടെന്ന് പൂക്കളമൊക്കെ കരിഞ്ഞു പോകും, അറിയാമല്ലോ ഇപ്പോഴത്തെ ചൂട്. അതുകൊണ്ട് ഞങ്ങൾ ഹോളിനകത്ത് തന്നെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനങ്ങനെ ഔട്ട്ലൈൻ ഒന്നും വരച്ചില്ല, ജസ്റ്റ് ഒരു സർക്കിള്, പിന്നെ ഒരു പൂവിൻ്റെ ഒരു ഷേപ്പ്, പിന്നെ ഒരു സർക്കിളും, അതായിരുന്നു പ്ലാൻ. അപ്പോൾ ഇടയ്ക്ക് ചെറിയൊരു കൺഫ്യൂഷൻ വന്നു, റൗണ്ട് കറക്റ്റായോ ഇല്ലെന്ന്. അങ്ങനെ മോളുടെ ക്രയോൺ എടുത്ത് ജസ്റ്റ് സർക്കിൾ മാത്രം ഒന്ന് സെറ്റ് ചെയ്തു. ബാക്കിയൊന്നും വരയ്ക്കാതെ തന്നെയാണ് പൂവ് സെറ്റ് ചെയ്തത്. ഇതിനിടയ്ക്ക് മോന് വന്നിട്ടുണ്ടായിരുന്നു, അവന് പൂക്കളം ഇടണം. അപ്പോൾ ഞങ്ങൾ സമ്മതിച്ചില്ല. പിന്നെ ഈ ബാറ്റ് വെച്ചിരിക്കുന്ന ഭയങ്കര ഈച്ച ശല്യം, പൂവ് ഉള്ളതുകൊണ്ടാണോ എന്തോ അങ്ങനെ ഈച്ച വരാറില്ല, ബട്ട് ഇന്ന് ഭയങ്കര ഈച്ചയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബാറ്റൊക്കെ അടുത്ത് വെച്ചപ്പോൾ അവന് പൂക്കളം ഇടണം. അങ്ങനെ ഫൈനലി ഞങ്ങളുടെ കുഞ്ഞത്തമ്മ ഇവിടെ റെഡി ആയിട്ടോ. അപ്പോൾ അത്തപ്പൂക്കൾ ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ പൂക്കളത്തിൻ്റെ കാര്യം സെറ്റായി. ഇനി നമുക്ക് ഡ്രസ്സ് ചെയ്യണം. ഇതിനിടയ്ക്ക് സദ്യയുടെ കാര്യങ്ങളൊക്കെ അച്ഛനും അമ്മയും അങ്ങ് ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം പിള്ളേരുണ്ട് ഞങ്ങളുടെ അടുത്തായതുകൊണ്ട് അവരെ ശല്യപ്പെടുത്താനൊന്നുമില്ലായിരുന്നു. അച്ചാർ 3 എണ്ണം ഞങ്ങൾ 3-ാം തീയതി തന്നെ ഇട്ടായിരുന്നു. മാങ്ങ, ഇഞ്ചിക്കറി, നാരങ്ങ, പിന്നെ വെള്ളരിക്ക പച്ചടി, പരിപ്പ് കറി, ബീട്രൂട്ട് പച്ചടി, അവിയൽ, തോരൻ ഞങ്ങൾ ക്യാബേജ് തോരൻ, പിന്നെ സാമ്പാർ, പിന്നെ മോരും രസവും, 2 പായസം. ഇത് സേമിയ പായസം, പിന്നെ ഇത് പാലട പായസം. ഇത്രയാണ് ഞങ്ങളുടെ കുഞ്ഞ് സദ്യയുടെ ഐറ്റംസ്. ഇനി അടുത്തത് മെയിൻ ടാസ്ക്, എല്ലാവരും ഒരുങ്ങണം. അപ്പോൾ ഓരോരുത്തരായിട്ട് പോയി പുറമൊക്കെ കഴുകി വന്നിട്ട് അങ്ങനെ മോൾക്ക് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഞാനാണ് ഒരുക്കുക. ഞാൻ അതിന് മുന്നേ സാരിയൊക്കെ കൊടുത്തു കഴിഞ്ഞു. അങ്ങനെ അവൾക്ക് ജസ്റ്റ് ഒരു ബ്ലഷ് വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ബ്ലഷ്, ഐബ്രോസൊക്കെ സെറ്റ് ചെയ്ത്. ബ്ലഷ് കുറച്ച് കൂടിപ്പോയി, കുഴപ്പമില്ല, കുറച്ച് കഴിയുമ്പോൾ വേർക്കും ഇതൊക്കെ മാറിക്കോളും. അങ്ങനെ അതൊക്കെ ഇട്ട്, പിന്നെ കരി അവൾ വരയ്ക്കത്തില്ല, അപ്പോൾ ജസ്റ്റ് ഐ ഷാഡോ ഇട്ടു, പിന്നെ മസ്കാരയൊക്കെ വേണം. അങ്ങനെ ഇട്ട് അവളെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ മുടി ഞാൻ ലാസ്റ്റ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച്, കാരണം പൂ വയ്ക്കണമല്ലോ, അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേരും കൂടെ ഒരുമിച്ച് മതിയെന്ന് വിചാരിച്ച് ഇത്രയൊക്കെ അവളെ ഒരുക്കുള്ളൂ. ഒരു പൊട്ടും കൂടെ വെച്ചപ്പോഴത്തേക്കും മോളിലെ ലുക്ക് അങ്ങനെ റെഡിയായി. ഇനി അടുത്തത് എൻ്റെയാണ്. ഞാൻ സാരി നേരത്തെ ഉടുത്തു. ഇനി അടുത്ത എൻ്റെ മേക്കപ്പാണ്. ജസ്റ്റ് ഒരു ഐബ്രോ വരച്ചു, പിന്നെ അതിന് മുന്നേ സ്കിൻ കെയറും ഫൗണ്ടേഷനൊക്കെ ഇട്ട് ഐബ്രോ സെറ്റ് ചെയ്തു, പിന്നെ കാജൽ വരച്ചു, അത് കഴിഞ്ഞ് മസ്കാര, അങ്ങനെ നമ്മുടെ ഐ മേക്കപ്പൊക്കെ കഴിഞ്ഞു. പിന്നെ അതിന് ശേഷം ഞാൻ ഇന്ന് താഴെയും മുകളിലും കൂടെ വന്നു ഐലൈനർ വരയ്ക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ലിപ്സ്റ്റിക്ക് ഇട്ടു. ലിപ്സ്റ്റിക്ക് 2 എണ്ണം കൂടെ മിക്സ്. ഞാൻ യൂഷ്വലി ഡാസ്ലറാണോ, അപ്പോൾ ഞാൻ ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അച്ഛൻ കണ്ടോ ബാക്കിൽ കൂടെ പോകുന്നത്. അച്ഛൻ എപ്പോഴാണ് കുളിക്കാൻ പോകുന്നത്, കാരണം അച്ഛനറിയാം ഞങ്ങളൊക്കെ റെഡി ആയിട്ട് വരുമ്പോൾ ഒരു ടൈമാകും. അങ്ങനെ അതിന് ശേഷം ഞാൻ അങ്ങനെ എൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. മുടിയൊക്കെ സാധാരണ ഒരു ഇതിൽ കെട്ടി, പിന്നെ പൂ വയ്ക്കുന്നതിന് നമ്മൾ ജസ്റ്റ് ഒരു നാടൻ ലുക്കിൽ. അപ്പോൾ ഈ ലുക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഞങ്ങളെല്ലാം റെഡി. അച്ഛൻ ആക്ച്വലി ബ്ലാക്ക് ഷർട്ട് ഇടാനായിരുന്നു, പക്ഷേ ലോണ്ട്രിക്കാരൻ പറ്റിച്ചു, ബ്ലാക്ക് ഷർട്ട് തേച്ച് കൊണ്ടുവന്നില്ല. എന്നാലും കുഴപ്പമില്ല, ബ്ലൂ എൻ്റെ സാരിക്ക് മാച്ച് ആയതുകൊണ്ട് ഞങ്ങളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ ഇതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ഓണക്കോടി. മോന് പിന്നെ വീഡിയോയിൽ നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഞങ്ങൾ എങ്ങനെയെങ്കിലും പിടിച്ചിരുത്തി സെൽഫിയൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് നമുക്ക് സദ്യയിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യം അച്ഛനും പിള്ളേരും ഇരുന്നു. മോൻ അപ്പം തന്നെ എഴുന്നേറ്റ്, അവനൊരു പപ്പടം കൊണ്ട് അവൻ എഴുന്നേറ്റ്. മോള് പിന്നെയും കുറച്ച് പരിപ്പിന് ഊട്ടിയൊക്കെ ചോറ് കഴിച്ചു. ഞാനും അച്ഛനും പിന്നെ ഇരിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അമ്മ ടേബിളിലായിരുന്നത്, അമ്മയ്ക്ക് മുട്ടിന് വയ്യായിരുന്നു. അങ്ങനെ അച്ഛൻ 2 പായസം കൂടെ മിക്സ് ചെയ്ത് എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിച്ചു. അതിനുശേഷം ഞാനും അച്ഛനും ഇരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഈ വർഷത്തെ ഓണാഘോഷം ഇവിടെ സദ്യയോടുകൂടി അവസാനിച്ചിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. ബൈ ബൈ.